ഷോണച്ചത്? എടാ ഒന്നും കുഴപ്പമില്ല, എടാ സാരമില്ല, നീ വാ, ഇവിടെ അടുത്താണ്. വെൽക്കം ടു 100% വെഡിങ് ഏജൻസി സാർ. ഇരിക്കൂ. എന്താ നമ്മുടെ ബ്രോക്കർ മുരളി ഫോം മനസ്സിലായി. ഇതായിരിക്കും പയ്യനല്ലേ? ഇതാണ് പയ്യൻ. ഇത് ജാതകമെല്ലാം ജാതകം നമ്മുടെ ഈ സെറ്റപ്പ് ഒന്നും കണ്ട് പേടിക്കണ്ട. നമ്മുടെ മുകളില് AC ഫ്ലോറാ പണിയോ. നമ്മ നടത്തണ കല്യാണം 100%. അപ്പൊ ചെക്കനെന്താ പണി? അവനങ്ങനെ പണിയൊന്നുമില്ല. കുടുംബം നോക്കാനെന്തെങ്കിലും വേണ്ടേ? നമ്മുടെ അപ്പനപ്പന്മാരായിട്ട് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പണിക്കൊന്നും പോകരുതെന്നാണ് അവര് പറഞ്ഞേക്കണത്. അത് ഞാൻ ഇവനോടും പറഞ്ഞിട്ടുണ്ട്, പണിക്ക് പോകരുതെന്ന്. ഇല്ലടാ മോനെ. എനിക്കിങ്ങനൊരു അപ്പനില്ലാണ്ട്. ചെക്കൻ എന്തൊക്കെയാ ഹോബി? ഇതിലെന്തൊക്കെയാ കാണാറ്? ചെക്കൻ അങ്ങനെ ഹോബീസ് ഒന്നുമില്ല. ഈ ചെക്കന് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അയ്യോ, അതൊക്കെ വേണോ? അത് ശരി. ഇപ്പോഴത്തെ പെൺപിള്ളേർ നോക്കണേ ടിക്ടോക്കിൽ വൈറലായിരുന്നു, യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോന്നു. അയ്യോ, നമ്മളാണെ നല്ലൊരു അടക്കൊതുക്കിയ ചെക്കനായിട്ടാണ് വളർത്തിയേക്കണത്. അപ്പൊ അങ്ങനത്തെ ദുശീലങ്ങളൊന്നും അവനില്ല. ചെക്കനിപ്പോ എത്ര വയസ്സായെന്നാ പറഞ്ഞ? അടുത്ത ചിങ്ങത്തിൽ 25 ആവും. അതിലുണ്ടല്ലോ. ഇത് ചെക്കൻ എന്തെങ്കിലും നിക്നെയിം ഉണ്ടോ വീട്ടില്? ചെക്കൻ വീട്ടിൽ നിക്കണമില്ല. അതാ നമ്മളാണ് പപ്പു എന്നൊക്കെയാണ് വിളിക്കുന്നത്. ദാരിദ്ര്യം. അല്ല, ദാരിദ്ര്യത്തിലേക്ക് മുകളിലുള്ളവരുടെ പേര് പോലെ ഉണ്ടെന്ന് പറഞ്ഞതാ. അത് ഞങ്ങളുടെ തറവാട്ടുകാർക്ക് എല്ലാവർക്കും അങ്ങനത്തെ പേരാ. ചേട്ടന്റെ പേരെന്താണ്? പുരുഷു. അപ്പോഴേ നിങ്ങളുടെ പ്രൊഫൈലിന് പറ്റിയൊരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചുതരാം. പേര് പത്മിനി, പാരന്റ്സ് അങ്ങ് അമേരിക്കയിലാണ്, കുട്ടി ഇപ്പൊ ബാംഗ്ലൂർ മെഡിസിൻ പഠിക്കും. എന്താ അഭിപ്രായം? ഇഷ്ടായോ? കൊള്ളാം. നിനക്കോ മോനെ? കുഴപ്പമില്ല. അപ്പൊ ഞാൻ നിങ്ങളുടെ ജാതകം ഒന്ന് ചേർത്ത് നോക്കിയിട്ടുണ്ട്, കമ്പ്യൂട്ടറിൽ നല്ല പൊരുത്തമുണ്ട്. കമ്പ്യൂട്ടർ ജാതകം അത് വേണ്ട. കമ്പ്യൂട്ടറിൽ നമ്മളെ അതൊന്നും നോക്കാറില്ല. അതെന്താ? അല്ല, ഈ കമ്പ്യൂട്ടറിലെ ഈ ഹാക്കിങ് പാക്കിങ് ഒക്കെ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറയണ കേട്ടായിരുന്നു. അല്ല, ഇപ്പൊ എന്റെ കല്യാണം പോലും ഞാൻ ജാതകം നോക്കിയിട്ട് നടത്തിയിട്ടു. അപ്പൊ എന്റെ മോന്റെ അതുപോലെ നടത്തണം. അതുകൊണ്ട് കമ്പ്യൂട്ടർ വേണ്ട. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ നിങ്ങക്ക് പെണ്ണിന്റെ ജാതകം PDF ആയിട്ട് അയച്ചുതരാം. വാട്സാപ്പിൽ PDF. അതെന്തായാലും കുഴപ്പമില്ല, നമുക്ക് തന്നാ മതി. അപ്പൊ നമ്മുടെ കമ്മീഷന്റെ കാര്യം 5% അത് നമ്മൾ നേരത്തെ വാങ്ങിക്കും. അതൊന്നും കുഴപ്പമില്ലെന്ന്. ആ പൈസയുടെ കാര്യം നമുക്ക് വിഷയമില്ല, അത് കേട്ടാ മതി. അപ്പൊ പേയ്മെന്റ് താഴെ റിസപ്ഷനിൽ ചെയ്താൽ മതി. ഡീറ്റെയിൽസും ജാതകമെല്ലാം അവിടെ നിന്ന് കിട്ടും. ശരി 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 എന്നാ ഓക്കെ. പണിക്ക് പോകാതെ പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഇങ്ങറോടെ കൂടിയത്. ഇപ്പൊ ഇങ്ങർക്ക് പണിയില്ല, എനിക്ക് പൈസ ഇല്ല. ശമ്പളം കിട്ടിയിട്ട് 5-6 മാസമായി. മോഹനം കണ്ടര് പേരിനും പോകണ ഒരു കുറവുമില്ല. ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ കാണിച്ചരാ.
എന്ത് നിക്കറ വീഡിയോ ഇവിടെ തനിക്ക് നാണല്ലോ കൂടി പിള്ളേരെ യൂട്യൂബിൽ വീഡിയോ ഇറക്കി ഹിറ്റ് ആവുന്ന പൈസ ഉണ്ടാക്കണം. 5-6 മാസം ഇവിടെ വെറുതെ പണിയില്ലാതിരിക്കാൻ വേണ്ടിട്ട് താൻ ജോലിസല്ലേ ആ കവടിയും ഞമ്മളിക്ക് അവിടെ വെറുതെ ഇരിക്കണേ പൊടി പിടിച്ചോണ്ട്. അതെങ്കിലും ഒന്ന് തനിക്കും തുടച്ച് വൃത്തിയായിക്കൂടെ? ഇവിടെ എന്റെ 5-6 മാസം ശമ്പളം താ വല്ല പണിക്കും പോയിട്ട് തന്റെ കൂടെ നിക്കണേലും പേരുണ്ടല്ലോ വല്ല വാർക്ക പണിക്കും പോയിരുന്നെങ്കിൽ ദിവസം കിട്ടിയ 1000 രൂപ കഴിഞ്ഞ ഇല്ല കഴിഞ്ഞില്ല ഇനിയും പറയാം. ഇവിടെ ആരാ മുതലാളി? അത് താൻ തന്നെയാണ് അപ്പൊ സംഭവിച്ചത്. ഞാൻ പറയും, നീ കേൾക്കും, നീ പുറത്തു പോയിരി. ചെല്ലി തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എടാ നമുക്കൊന്നും ഇല്ലെന്ന് വേണം അവിടെ പറയാൻ, എങ്കിലേ നമുക്കൊരു വിലയുള്ളൂ. നീ വന്നേ. കണ്ടൊരു മോഹൻ, ഈ ജ്യോതിഷരത്നം കണ്ടൊരു മോഹൻ അതെ ഇവിടെ തന്നെ ഇവിടെ തന്നെയാ? എനിക്ക് നീ കയറണം, ഞാൻ സാനിറ്റൈസർ എടുത്തിട്ട് വരാം. കൈ രണ്ടുപേരല്ലേ? ഒരു കാര്യം ചെയ്യും, എല്ലാം സെറ്റ് ആക്കി ദേവര് വന്നിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്താണാവോ? ഇതെന്റെ മകനാണ് പത്മനാഭൻ. പത്മനാഭൻ, മൂലനക്ഷത്രക്കാരൻ അല്ലേ? എങ്ങനെ മനസ്സിലായി? ഹൈ, മോത്തെ എഴുതി വെച്ചിരിക്കണല്ലോ, മൂലം മൂലസ്യ മൂലാനി എന്നാണല്ലോ. പറഞ്ഞോളൂ. ഇതെന്റെ മകന്റെ ജാതകമാണ്. എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി പറയാം. നോക്കാലോ. നോക്കാനല്ലേ നോമ്പ് ഇവിടെ ഇരിക്കണേ. നോക്കട്ടെ. എമ്മേ എന്നാ വിപിൻ? ഒന്നുമില്ല, അമ്മേന്ന് വിളിച്ചതാ. പിടിക്ക. ദേവി, പ്രഥമ ദൃഷ്ട്യാ കാര്യമായ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ചെറുക്കന്റെ അഷ്ടഭ്രമണത്തിലൊരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. കുഴപ്പമില്ല, പരിഹാരമുണ്ട്. ക്ഷേത്ര ദർശനം ചെയ്യേണ്ടതായി വരും. മകന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ചെക്കൻ അങ്ങനെ കൊച്ചിപ്പാലം വിട്ടൊന്നും പോവാറില്ല. ഓ, അത് കഷ്ടാണല്ലോ. ഇവന്റെ ഈ ജാതകദോഷം കാരണം ഞങ്ങൾ അവനെ എവിടെയും വിടാറില്ല. ഹൈ, താൻ ആദ്യം തന്റെ പിടി ആ ചെറുക്കന്റെ മേലേന്ന് വിടുക. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഈ പെണ്ണിന്റെ ജാതകം ഒന്ന് നോക്കുക. ഇവര് തമ്മിലുള്ള ചേർച്ച എത്ര മാത്രം നോക്കുക. അടുത്തത് പിടിക്ക. നോക്കട്ടെ. വിശദമായി നോക്കിയപ്പോ ശനിയുടെ അപഹാരം ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അയ്യോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ച ദിവസം നോക്കി വെക്കാം. ഹൈ, നോ ശനിദേവനെ പറ്റിയാണ് പറഞ്ഞത്. പക്ഷേ പേടിക്കേണ്ട കാര്യമില്ല, ലഗ്നത്തിലെ ചൊവ്വ വളരെ നല്ലതാണ്. എന്നാ പിന്നെ നമുക്ക് ചോദിച്ചു എടുത്താലേ? എന്നാ അങ്ങനെയാവാ. ഹൈ, ഇങ്ങോട്ട് നോക്കുക, നാം കബഡിയിലെ കാര്യമാണ് പറയുന്നേ, അല്ലാതെ ചൊവ്വയും ശനിയൊന്നും അല്ല. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. സൺഡേ ഈസ് എ ഹോളിഡേ. ഞായറാഴ്ച ഒരു മുഹൂർത്തമുണ്ട്. അയ്യോ തിരുമേനി, അതിന് പെണ്ണിനെ കണ്ടിട്ടൊന്നുമില്ല. എന്നാ പെണ്ണ് കണ്ടതിനിട്ട് വന്നാ പോരായിരുന്നോ? നമ്മളിപ്പോ ഉറപ്പിക്കാൻ വേണ്ടി ജാതകം നോക്കി പൊരുത്തം നോക്കാൻ വേണ്ടി വന്നതാ. ഓഹോ, എന്നാ എല്ലാം കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നല്ലോ. ഇനി എന്തൊക്കെ ബാക്കിയുണ്ട്? പെണ്ണിനെ കാണണം, പെണ്ണിന് ഇവന് ഇഷ്ടപ്പെടണം. നമുക്ക് എന്നാ ഇനി എല്ലാം കഴിഞ്ഞിട്ട് നോക്കാം. ശരി ആയിക്കോട്ടെ. ശരി ആയിക്കോട്ടെ. അല്ല, നോമിന്റെ ദക്ഷിണ ചില്ലറയില്ലല്ലോ തിരുമേനി. സാരില്ല, ഗൂഗിൾ പേ ഉണ്ട്. അയ്യോ അതെന്താ? ഓ, ഒന്നുമില്ല, ഉള്ളതറിയാ. ശരി എന്നാ. ആ ശരി. എടാ മോനെ, എടാ ഞാൻ പെണ്ണ് വീട്ടുകാരോട് എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ഓ, എന്റെ ജാതകപ്രകാരം ഒരു അമേരിക്ക യാത്ര പോകാനുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് ഇപ്പോഴാണ് ശരിയായത്. നീ എന്താ ഒന്നും മിണ്ടാത്ത? എടാ മോനെ, പപ്പു, എന്ത് പറ്റിയടാ?
ഇപ്പം വിളിക്കാൻ പറ്റിയ സമയമാണ്. ഇതിന് വിചാരിക്കൂ, കുഴപ്പമില്ല, എന്തായാലും വിളിച്ചു നോക്കാം. ഹലോ, പത്മിനി അല്ലേ? അതെ, ഇതാരാ? എന്നെ മനസ്സിലായോ? ഇല്ലല്ലോ. പത്മനാഭൻ, പത്മനാഭനോ? മറ്റേ 100% വെഡിങ്ങില് ഓ, പത്മനാഭൻ ചേട്ടൻ. പപ്പയായിട്ട് വിളിച്ചാൽ മതി കേട്ടോ. കുട്ടി എന്നൊന്നും മിണ്ടാത്തേ? അല്ല, ചേട്ടൻ പറഞ്ഞു. എനിക്ക് കുട്ടിയെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ പെണ്ണ് കാണലൊക്കെ ആദ്യമായിട്ടാണ്. ഇപ്പൊ കഴിയുള്ള കുട്ടി? അയ്യോ, ഞാനിപ്പോ ബാത്റൂമിലാ. ആണോ? എന്നൊരു വീഡിയോ കോൾ ചെയ്യാം. വൃത്തിയായിട്ടവനെ, നിനക്ക് ഇത്രയ്ക്ക് പ്രാന്താട്ടിക്കണാടാ കുടുംബത്തിന്റെ പേര് കളയാൻ വേണ്ടി. ഹോ, എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു അമേരിക്ക പോകണമെന്നൊക്കെ ഉള്ളത്, അതൊക്കെ എല്ലാം കൊണ്ടേ കളഞ്ഞു. അപ്പൊ ഇനി ആ ഏജൻസിക്കാരോട് ഞാൻ എന്ത് പറയും? എന്റെ പൈസയും പോയി. പോയ വണ്ടാരം, അവന്റെ ഒടുക്കത്ത് ഉപദേശം. അടുത്തവൻ വിളിക്കാനുണ്ട്. ഇനി ഇവൻ എന്താണാവോ? ഹലോ ഹലോ, ജ്യോതിഷരത്നം കണ്ടരരു മോഹനര്. ഡാടാ മതിയടാ നിർത്തി. ഇവൻ എന്തുപറ? ഞാനേ രണ്ടുപേരും അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. രണ്ടുപേരെ എന്തിനി? പ്രശ്നം വെക്കാനായിട്ട്. പ്രശ്നം ഉണ്ടാക്കാനാ? പ്രശ്നം ഉണ്ടാക്കാനല്ലടാ, പ്രശ്നം വെക്കാൻ. ആ, ഓ, ഞാനേ ഡീറ്റെയിൽസ് ഒക്കെ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്, നോക്കിയിട്ട് ചെയ്യും. ആ, ശരി ശരി, നോക്കാ, വെച്ചിട്ട് പോ. വീഡിയോ കാണാൻ സമ്മതിക്കൂല. ഒരു കല്യാണം മുടക്കാൻ 1 വർഷം എടുക്കും. നീ എങ്ങനെ ഇത് 1 ദിവസം കൊണ്ട് ചെയ്ത്? അത് പിന്നെ ആ ചെക്കൻ ഇത്രയും ധൃതിയാവണ്ടല്ലേ, പിന്നെ എന്റെ അഭിനയം നിനക്കറിയാമല്ലോ. വേടാ, അത് വേണ്ട കേട്ടോ. നിനക്ക് പെണ്ണിന്റെ ലുക്ക് ഉള്ളതുകൊണ്ടും സൗണ്ട് ഉള്ളതുകൊണ്ടും മാത്രം നിന്നെ കമ്പനി പിടിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ പണ്ടേ പുറത്തിട്ടെ. ഇത്രയും കാലം നടന്ന പോലെ നടന്നു, ഇനി എപ്പോഴും ഇതേപോലെ ആൾക്കാരെ പറ്റിക്കണമെന്നില്ല കേട്ടോ. എടാ, കല്യാണം നടത്താനാ പാട്, മുടക്കാൻ ഒരു പാടുമില്ല. കല്യാണം മുടക്കാൻ 1001 വഴികളാ എൻ്റെ ഉള്ളത്. എന്നാലും റിസ്കാ. എടാ, നല്ല കുടുംബത്തിൽ പെടുന്ന പണവും പ്രതാപമുള്ള ടീമുകൾ ഒന്നെങ്കിൽ നല്ല പെണ്ണിനെ കിട്ടും, ഇല്ലാത്തവര് മാട്രിമോണി കിട്ടും. ഇത് രണ്ടും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ അടുത്തേക്ക് വന്നത്. അപ്പൊ നമ്മൾ ഉറ്റണ്ടേ? അടുത്ത ടീം വന്നിട്ടുണ്ട്. ചെല്ലി നീ പോയിട്ട് റേഷൻ കാർഡും ആധാർ കാർഡും എല്ലാ ഡീറ്റെയിൽസും വാങ്ങിച്ചു. ഓക്കെ, വെൽക്കം ടു 100% വെഡിങ് സാർ.